പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ചരിത്ര നിമിഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്രിവർണ്ണ പതാക തോളിലേന്തി ശുഭാംശു ശുക്ലയും സംഘവും ഇപ്പോൾ IMS എന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രഷർ ഈക്വലൈസേഷൻ, രണ്ട് പേടകങ്ങളിലെയും മർദ്ദം അത് പരിശോധിച്ച ശേഷം അത് തുല്യതയിലാക്കിയതിനു ശേഷം ആ ഒരു ഘട്ടത്തിന് ശേഷം അവരങ്ങോട്ട് കടന്നിരിക്കുകയാണ് ബഹിരാകാശ നിലയത്തിലേക്ക്. ഗോകുൽ രവി, ഓവർ ടു യു. ഇത് ആ ചരിത്ര നിമിഷം. ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല, ആദ്യമായ ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പറന്നു കയറിയിരിക്കുന്നു, കാൽവെക്കുകയല്ല, പറന്നു കയറുകയായിരുന്നു. ആ മൊമെന്റാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ തുടരുന്ന 10 പര്യവേഷകർ, അവർ നാളുകൾക്ക് ശേഷം വീണ്ടും മനുഷ്യരെ കാണുകയാണ്. അവർ ഒന്നിച്ചു ചേരുകയാണ്. കഴിഞ്ഞ ഒരു 28 മണിക്കൂർ ആ പേടകത്തിലുള്ള യാത്രയ്ക്ക് ശേഷം അവരും പുതിയ മനുഷ്യരെ കാണുകയാണ്. അവരെ മനുഷ്യർ തമ്മിലുള്ള സന്തോഷം പങ്കുവെക്കലാണ്. രണ്ട് സംഘങ്ങൾ, 10 പേരുടെ സ്പേസ് സ്റ്റേഷനിലെ സംഘത്തിനൊപ്പം 4 പേരും കൂടി ചേർന്നു. ബഹിരാകാശ നിലയത്തിലേക്ക് 14 അംഗ സംഘം എത്തുന്നു. ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ലയുടെ ഇടത് തോളിൽ ദേശീയ പതാകയുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക, ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്ത ആ സ്യൂട്ടിലാണ് ഇപ്പോൾ ശുഭാംശു അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവർ സ്പേസ് സ്യൂട്ട് മാറ്റി ഫ്ലൈറ്റ് സ്യൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ കടും നീല നിറത്തിലുള്ള സ്യൂട്ട് അണിഞ്ഞ സംഘമാണ് ആക്സിയം 4-ലെ സംഘങ്ങൾ. മറ്റുള്ളവർ ഇപ്പോൾ ആ സ്പേസ് സ്റ്റേഷനിൽ മുമ്പുണ്ടായിരുന്ന 10 അംഗ സംഘമാണ്. അവർ ആ ഫോട്ടോകൾ പകർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം അവർക്ക് വേണ്ട ഡ്രിങ്ക്സ് അടക്കം നൽകുന്നു. അവർ സിപ്പർ ഉപയോഗിച്ച് ആ കുടിക്കുന്നതാണ്. എന്താണ് കുടിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ എന്തായാലും അവർക്ക് വേണ്ട ഡ്രിങ്ക്സ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വാം വെൽക്കം, മനോഹരമായ നിമിഷങ്ങളാണ്, ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്നലെ ശുഭാംശു രാകേഷ് ശർമ്മയ്ക്ക് പിൻഗാമിയായാണ് ബഹിരാകാശത്തേക്ക് ഒരു ഇന്ത്യൻ യാത്ര നടത്തിയതെങ്കിൽ 4 പതിറ്റാണ്ടിനിപ്പുറം ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി എത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി നേടുകയാണ്. ആ റെക്കോർഡ് തൻ്റെ പേരിൽ ശുഭാംശു ശുക്ല എഴുതി ചേർക്കുകയാണ്. ഏറെ സന്തോഷകരമായ നിമിഷം. പെഗി വിറ്റ്സനെയും ശുഭാംശുവും മധ്യത്തിലേക്ക് കാണാം. ടിബോർ കബു വലതുവശത്തായി കാണുന്നു. സ്ലാവോഷ് ഉസ്നാൻസ്കിയാണ് ഇടതുവശത്തായി കാണുന്നത്. അങ്ങനെ 4 അംഗ സംഘം ആ ഹാച്ച് തുറന്ന് കയറുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പ്രവേശിക്കുന്ന കവാടത്തിൽ തന്നെ അവർ സ്വീകരിച്ച് അവർ സംവദിക്കുകയാണ്. അവിടെയുള്ള സ്പേസ് സ്റ്റേഷനിലെ സഹ യാത്രികർ അല്ലെങ്കിൽ പര്യവേഷകരുമായിട്ട്, ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പര്യവേഷകരുമായി ഇനിയുള്ള ദിവസങ്ങൾ നിശ്ചയിച്ച പ്രകാരമെങ്കിൽ ഇനി 12 ദിവസം കൂടിയാണ് ഇവർക്ക് ബാക്കിയുള്ളത്. അവിടെ 14 ദിവസത്തെ ദൗത്യമായിരുന്നു മുഴുവൻ. ആ ദിവസങ്ങളിൽ ഇനിയുള്ള പരീക്ഷണങ്ങൾ ഇവിടെ നടക്കും. ആ പര്യവേഷണങ്ങളിലാണ് ഇന്ത്യ അടക്കം പല രാജ്യങ്ങൾ, 30 രാജ്യങ്ങൾ അവരുടെ 61 പരീക്ഷണങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറെ സുപ്രധാനമായ ഭാവി പര്യവേഷണങ്ങളിലേക്ക്, ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അനുഗുണമാകുന്ന, നമുക്ക് സഹായകരമാകുന്ന ഒരുപാട് വിവരങ്ങൾ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ്. ഏറെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. നമുക്ക് ആ യാത്രികരുടെ മുഖം കണ്ടാൽ എല്ലാവരും വളരെ ഹാപ്പി ആൻഡ് പ്ലസന്റ് മൂഡിലാണ്. നമ്മൾ ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ ചിൽ യാത്രയായിരുന്നു. ജോയ് എന്ന പാവയൊക്കെ, അതായത് സ്വാൻ്റെ പാവ, അങ്ങനെ ആ പേടകത്തിന് അവർ പേരിട്ട ഗ്രേസ് എന്നാണ്. അങ്ങനെ ഒരു ഭയങ്കര ജോയ്ഫുൾ ജേണി ആയിരുന്നു. അപ്പോൾ ഈ ബഹിരാകാശ യാത്ര എന്തോ ഭൂമിക്ക് പുറത്ത് ഏതോ ഒരു ഗ്രഹത്തിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെയുള്ള ആശങ്കയൊന്നുമില്ല അവർക്ക്. അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്ക്, ഒരിടത്തേക്ക് പോകുന്നു, നമുക്ക് അപ്രാപ്യമായ ഒരു സ്ഥലത്തേക്ക്, മുമ്പ് രാജഗോപാൽ കമത്ത് സൂചിപ്പിച്ച പോലെ അഭൗമമായ ഒരിടത്തേക്ക് നമ്മൾ പോകുന്നു എന്ന ആശങ്കയൊന്നുമില്ലാതെ വളരെ കൂളായി ചില്ലായി യാത്ര ചെയ്ത് ഇപ്പോൾ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. തീർച്ചയായും എല്ലാം ശുഭം. ശുഭാംശുവിൻ്റെ ആ ശുഭയാത്ര അതിൻ്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അവിടുത്തെ പര്യവേഷണങ്ങളുടേതാണ്. ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടക്കം നിർദ്ദേശിച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ, അതിനായി കൊടുത്തയച്ചിരിക്കുന്ന വിത്തുകളടക്കമുണ്ട്, മരുന്നുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പരീക്ഷണങ്ങൾ അവിടെ നടക്കും. നിലവിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനം സൂചിപ്പിച്ച സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യത്തിലുള്ള ആളുകളും ഏതാണ്ട് മെഡിസിനൽ പരീക്ഷണങ്ങളാണ് അവിടെ നടത്തുന്നത്. ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ടും ഫാർമ പരീക്ഷണങ്ങളുമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘവും കഴിഞ്ഞ മാർച്ചിലാണ് എത്തിയത്. അവരാണ് ഏറ്റവും അവസാനം എത്തിയ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ശേഷം എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനകരമായ നിമിഷമാണ്, സന്തോഷകരമായ നിമിഷമാണ്. ശുഭാംശു ഈ ദൗത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈ ദൗത്യത്തിൻ്റെ മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, പരിചയസമ്പന്നയായ പെഗി വിറ്റ്സൺ ആയിരുന്നെങ്കിൽ പോലും തുടക്കക്കാരനായ ശുഭാംശു ആയിരുന്നു ഈ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം, ഓരോ പൗരന്റെയും അഭിമാനം ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചിരിക്കുകയാണ് ശുഭാംശു ശുക്ലയും സംഘവും. അങ്ങനെ അഭിമാനാംശു ആയിരിക്കുകയാണ് ശുഭാംശു. ഇനി ആ 14 അംഗ സംഘം 14 ദിവസം 14 അംഗ സംഘം നടത്താൻ പോകുന്ന 60-ലേറെ ഗവേഷണങ്ങൾ, അതിൽ ഇന്ത്യയും ഭാഗഭാക്കാകുന്നു. അഭിമാന നിമിഷങ്ങളാണ്.